ഹലോ ഫ്രണ്ട്സ്, റോയൽ എൻഫീൽഡ് 100-350 2025 ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ പഴയതുമായിട്ട് എന്ത് വ്യത്യാസമാണ് വന്നതെന്നാണ് പലരുടെയും സംശയം. വളരെ പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ താഴെ പറയുന്നതാണ്. സസ്പെൻഷനിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ലീനിയർ സ്പ്രിങ്ങിൽ നിന്ന് പ്രോഗ്രസീവ് സ്പ്രിങ്ങിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സസ്പെൻഷൻ്റെ ആ മുമ്പുള്ള ഇഷ്യൂവും അവിടെ മാറിക്കിട്ടിട്ടുണ്ട്. സീറ്റിൻ്റെ കുഷനിങ്ങിനെ പറ്റി ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു, അത് ടോട്ടലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ റീഡിസൈൻ ചെയ്ത ഇതാണ് സീറ്റ്. അതുപോലെ തന്നെ ഫോം ഡെൻസിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ സീറ്റിൻ്റെ. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് 100-350 ഇപ്പം മിഡ് ആൻഡ് ടോപ്പ് വേരിയൻറ്റിൽ LED ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് സി ചാർജിങ് പോർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് മിഡും ടോപ്പും വേരിയൻറ്റിലാണ് വന്നിരിക്കുന്നത്. ട്രിപ്പർ നാവിഗേഷൻ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ റിയോ വൈറ്റ്, ടോക്കിയോ ബ്ലാക്ക്, ലണ്ടൻ റെഡ് തുടങ്ങിയ കൂട്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിൽ 10 mm പഴയതിനേക്കാളും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് 10 mm ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അസിസ്റ്റ് ആൻഡ് സ്ലിപ്പർ ക്ലച്ച്, അതായത് ക്ലച്ചിൻ്റെ ആക്ഷൻ, ക്ലച്ച് ലിവറിൻ്റെ ആക്ഷൻ ലൈറ്റും സ്മൂത്തറും ആക്കാൻ വേണ്ടി അസിസ്റ്റ് ആൻഡ് സ്ലിപ്പർ ക്ലച്ച് സംവിധാനം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വീലിലോട്ട് വരുമ്പം നമുക്ക് ഈ ബേസ് വേരിയൻറ്റ് മാത്രമേ സ്പോക്ക് വീലുള്ളൂ. മിഡും അതുപോലെ ടോപ്പ് വേരിയൻറ്റിലും നമുക്ക് അലോയ് വീൽസ് ഇപ്പം അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് പുതിയ 2025 റോയൽ എൻഫീൽഡ് 100-350 വന്നിരിക്കുന്ന പഴയതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ.